വിഭജനത്തിൻ്റെ രാഷ്ട്രീയം. ആ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ അകത്ത് വേണ്ടത്ര വില പോയിട്ടില്ല. അപ്പോൾ വില പോകുന്നതിനാവശ്യമായ തന്ത്രം അവർ പയറ്റും. അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ നമുക്ക് കാണാലോ, എത്രയോ ആളുകളെ അവർ സ്വാധീനിക്കാൻ വേണ്ടി നടക്കുന്നു. കേക്ക് കൊണ്ടുപോകും, ചിലപ്പോൾ ബോംബ് കൊണ്ടുപോകും, എന്താ കൊണ്ടുപോകണമെന്നുള്ള കാര്യം പോകുന്ന ആളുകളുടെ ഭാഗമായിട്ടാണ് വരിക. അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർ പോകുന്ന ആളുകളൊക്കെ BJP-യിലേക്ക് പോകുന്നുണ്ട്, അവരാഗ്രഹിക്കുന്ന പോലെ പോകുന്നുണ്ട്. പത്മജ പോയിട്ടുണ്ട്, അനിൽ ആന്റണി പോയിട്ടുണ്ട്, അതുപോലെ എല്ലാവരും പോകുന്നതെന്നെ ധരിക്കണം. ഓ ജയ്സ കൊടുക്കും. മേയറെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം എന്ന രീതിയിൽ ഇതിൻ്റെ അകത്തെങ്ങാനും വീട് കിട്ടിയാലോ? രാഷ്ട്രീയ പ്രക്രിയയല്ല അവർ ചെയ്യണേ. സുരേന്ദ്രൻ BJP-യുടെ സ്റ്റേറ്റ് ഭാരവാഹിയാണ്. അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് വെച്ച് അദ്ദേഹത്തിനെ അവർ മേയറോട് ചോദിക്കാതെ മേയറെ വീട്ടിൽ പോവുക, കാണുന്നു, കണ്ട വിഷയം പരസ്യം ചെയ്യുക. പരസ്യം ചെയ്ത് അതിൻ്റെ അകത്തൊരു ക്ലിക്ക് കിട്ടിയാലോ? ഒരു ഗുണകരമായ വിശദീകരണത്തിൽ സംതൃപ്തരാണോ? മേയർ പറഞ്ഞ വീട്ടിൽ വന്ന സൗഹൃദ സന്ദർശനമാണ്, ക്രിസ്മസ് വന്നു. CPM-നും LDF-നും ഒരു നയമുണ്ട്. അത് ആ വേദി ചർച്ച ചെയ്യും. ആ വേദി ചർച്ച ചെയ്ത് അതിൻ്റെ അകത്ത് ഓരും അതിൻ്റെ ശരിയും ശരിയായ്മ ഒക്കെ LDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. CPM-ന്റെ നിലപാട് സ്വീകരിക്കും. ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ അതിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മേയർ അവിശ്വസിക്കുന്ന കാര്യം ഈ BJP-യുടെ ശ്രമം നടക്കുന്നു തോന്നുന്നുണ്ടോ? ഫലം കാണുന്നു തോന്നുന്നുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. BJP ഇപ്പോൾ കോർപ്പറേഷൻ്റെ അകത്ത് എന്ത് ചെയ്യാറുണ്ട്? പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവരുടെ നിലപാടുകൾ അവർ സ്വീകരിക്കാറുണ്ട്. അവർ വേറെ പലരെയും സ്വാധീനിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ നിന്ന് പത്മജയെ കൊണ്ടുപോയല്ലോ. നിങ്ങൾക്ക് അതിലേക്ക് എന്താ മനസ്സിലാവാത്ത? തിരുവനന്തപുരത്ത് നിന്ന് അനിൽ ആന്റണിയെ കൊണ്ടുപോയില്ലേ? അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ അവരൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. വീഴില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ? മേയർ ആ കെണിയിൽ വീഴില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ മേയറുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടേതായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആ പ്രോഗ്രാം പ്രകാരം അവരവരുടെ ജോലി ചെയ്യും. ആ ജോലി അവർ ചെയ്യുന്നു. ആരെങ്കിലും വീടുമെന്ന് അവർ ശ്രമിക്കും. ഇതുവരെ തോന്നിയിട്ടില്ല. മൂന്നാമതൊരു കാര്യത്തിന് പിന്നെ നമ്മളതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? മേയർ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചില്ല, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു.